നമസ്കാരം. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ ഈ പണം ഒഴുകുന്ന ബ്രാൻഡുകൾ ഉണ്ടാക്കാനാണ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കൊക്കക്കോള, പെപ്സി, ഫോർഡ്, KFC, മെക്ഡൊണാൾഡ്സ് പോലെയുള്ള വിവോ, ഓപ്പോ ഒക്കെ പോലുള്ള പണം ഒഴുകുന്ന ബ്രാൻഡുകൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ അത് വളരെ സിമ്പിളായിട്ടുള്ള പണിയാണ്. പക്ഷേ നമ്മളിൽ പല ആൾക്കാർക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, മലയാളീസിനും ഇപ്പോൾ ഭൂരിഭാഗം ആളുകൾക്കും കൂടുതൽ ഇഷ്ടം ഷോർട്ട് കട്ട്സ് കൂടെ പൈസ, അതായത് 100 രൂപയ്ക്ക് വാങ്ങിക്കുക 200 രൂപയ്ക്ക് വിൽക്കുക, അല്ലെങ്കിൽ 100 രൂപയ്ക്ക് വാങ്ങാൻ 110 രൂപയ്ക്ക് വാങ്ങിക്കുക 10 രൂപ. വി ആർ ഫോക്കസിങ് ഓൺ പ്രോഫിറ്റ്സ്. പണത്തിൽ ഫോക്കസ് ചെയ്താൽ ഒരിക്കലും പണം വരില്ല, റൈറ്റ്? ബിക്കോസ് മാങ്ങയിലേക്ക് ഫോക്കസ് ചെയ്താൽ മാങ്ങ കാശ് കൊടുത്ത് വാങ്ങിക്കുക, അതാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ തൊടിയിൽ നിന്ന് മാങ്ങ മോഷ്ടിച്ച് തിന്നുക, അല്ലെങ്കിൽ ഒരു മാങ്ങ തരുമെന്ന് ബെഗ് ചെയ്ത് തിന്നുക, ഇതൊക്കെയാണ് നമുക്കറിയുള്ളൂ. മാങ്ങയ്ക്ക് വേണ്ടിയിട്ട് മണ്ണൊഴുത് അവിടെ മൂച്ചിയാണ് വെക്കേണ്ടതെന്ന് അറിയുന്ന ആളുകൾ നമ്മളടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് പണം ഒഴുകുന്ന മരങ്ങൾ ഇല്ലാത്തത്, പണം ഒഴുകുന്ന ബ്രാൻഡുകൾ ഇല്ലാത്തത്. നിങ്ങൾക്ക് കണക്റ്റ് ആവേണ്ടാവുന്നോ വിചാരിക്കണം. അതായത് മാങ്ങ വേണമെങ്കിൽ നമ്മളെന്താ ചെയ്യുക? ഒന്നിനെ മാങ്ങ മോഷ്ടിക്കാൻ പോവും, അല്ലെങ്കിലോ മാങ്ങ ഇറന്ന് വാങ്ങും, സബ്സിഡി വാങ്ങും, അല്ലെങ്കിൽ കാശ് കൊടുത്ത് വാങ്ങും. ഇതിന് പകരം എന്താ ചെയ്യേണ്ടത്? ഈ പണം ഒഴുകുന്ന ബ്രാൻഡുകൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾ എടുത്തു നോക്കിയോളൂ. ഏത് സക്സസ്ഫുൾ ആയിട്ടുള്ള ബ്രാൻഡുകളായിട്ടുള്ള ലൈഫ് ബോയ് മുതൽ, കോൾഗേറ്റ് മുതൽ, നെസ്ലെ മുതൽ, യൂണിലിവർ മുതൽ, KFC മുതൽ, മെക്ഡൊണാൾഡ്സ് മുതൽ, ആപ്പിൾ മുതൽ, ഓപ്പോ മുതൽ, ഹുണ്ടായി മുതൽ, സുസുക്കി മുതൽ, ടൊയോട്ട, അതേപോലെ കോള, പെപ്സി, എല്ലാ സാധനങ്ങളുടെ എടുത്ത് നോക്കിയോളൂ. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം ഗാരേജ്. വളരെ ചെറിയ പോയിന്റിൽ നിന്നായിരിക്കും അത് തുടങ്ങിയിട്ടുണ്ടാവും. ആ പോയിന്റ് തുടങ്ങി, അതായത് മണ്ണടക്കി അവിടെ ഒരു ചെടി വെച്ച്, ആ ചെടി ആദ്യം ഒന്ന് ചെറുതാകുമ്പോൾ ഉണങ്ങിയാൽ നമുക്ക് എന്താ ആരെങ്കിലും അറിയില്ല. അത് നമ്മൾ വീണ്ടും ചെടി വയ്ക്കാൻ കോസ്റ്റ് കൂടുമോ? ഇല്ല. 3 ചെടി, 10 ചെടി, 20 ചെടി വയ്ക്കാനും കോസ്റ്റ് കൂടില്ല. അപ്പോൾ ഉണങ്ങിയ പോലെ പ്രശ്നമാവില്ല. ഇതിന് പകരം നമ്മളെന്താ ചെയ്യുക? ഇവിടെയുള്ള ആൾക്കാർ ആ ചെടിൻ്റെ എക്സാമ്പിൾ തന്നെ പറഞ്ഞാൽ, വേഗം കായ്ക്കണം വേണ്ടി വലിയൊരു മാവ് 10 ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് കൊണ്ടുവന്ന് വയ്ക്കും. ആ മാവ് ഉണങ്ങിയാൽ അഫോർഡ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. ബിക്കോസ് 10 ലക്ഷം രൂപ കടക്കാരനായി പിറ്റേ ദിവസം പോലെ പലിശ കൊടുക്കണം. അവർ വെക്കുന്നത് എന്താണ്? ചെടിയെ വെക്കുന്നത്. ആ ചെടി അവർ തന്നെ മാങ്ങൻ്റെ അണ്ടി അവിടെയും വെറുതെ വാങ്ങിയിട്ട്, ബിക്കോസ് അതിന് മുളപ്പിച്ച് വെക്കുന്ന ചെടി. അപ്പം 20 ചെടി വെച്ചാലും അവർക്ക് കുഴപ്പമില്ല, ഉണങ്ങി പോയി മാറ്റിയാലും കുഴപ്പമില്ല. നമ്മൾ ഒരു ചെടി ഉണങ്ങിയാൽ നമുക്ക് 10 ലക്ഷം രൂപ ബാധ്യതയാവും. 10 ലക്ഷം അല്ലാതെ എക്സാമ്പിളാണ്. അവർക്ക് 20 ചെടി ഉണങ്ങിയാൽ 1 രൂപ ബാധ്യത വരില്ല. അങ്ങനെ അവർ ആ ചെടി വെച്ചുണ്ടാക്കി അതിനെ നനച്ച് വേറെ വല്ല പണിക്ക് പോയി ആ പൈസയും കൊണ്ട് പൈരുണ്ടായി ജീവിച്ച് ഇതിനെ നനച്ച് ഇത് വലുതാവും. പിന്നെ എത്ര എളുപ്പം ഉണങ്ങോ? 2-3 മാവുകൾ ഒപ്പം വളരുണ്ടാവും. ഇനി ഒരെണ്ണം ഇടയിൽ ഉണങ്ങിയെന്ന് വെച്ചാൽ ബാക്കി 2 വളരുണ്ടാവും. വളർന്നിട്ട് അവിടെ മാങ്ങ ഉണ്ടായിട്ട് ഇങ്ങനെ പെട്ടന്ന് മാങ്ങ ചവിട്ട് വീഴാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് തോന്നുന്നത്, ഇത് നല്ല ഭാഗ്യമുണ്ടല്ലോ അവർക്ക്. ഭാഗ്യമല്ല, അവർ ഈ എടുത്ത സ്ട്രെസ്സിൻ്റെയും അതിൻ്റെ കാൽക്കുലേറ്റീവായിട്ടുള്ള റിസ്ക് എടുത്തതിൻ്റെയും അതിൻ്റെ ക്ലാരിറ്റിയുടെയും അതിൻ്റെ ഇൻവോൾവ്മെൻറ്റിൻ്റെ റിസൾട്ടാണ്. ഇത് ആരും ഇന്ത്യൻസിന് ഇല്ല എന്നല്ല പറയും. ഇന്ത്യൻസിനും മലയാളീസിനും ഒക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ടാക്കും. മലയാളീസിന് ഇഷ്ടംപോലെ ഒരുപാട് ഇൻഡസ്ട്രികളിൽ അതുപോലെ ഉണ്ട്. പക്ഷേ ഭൂരിഭാഗം ആളുകളും എളുപ്പ വഴികൾ ചൂസ് ചെയ്യും. ബിക്കോസ് ഈസി മണി മേ ബി ബാഡ് മണി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ സീറോയിൽ നിന്ന് നേരത്തെ പറഞ്ഞാൽ മാവിൻ്റെ തെയ്യ് വയ്ക്കാനും, അപ്പം കുറേ എണ്ണം ഉണങ്ങുമ്പോൾ ആ അബ്സോർബ് ചെയ്യാൻ, അതിൻ്റെ ലോസ് അബ്സോർബ് ചെയ്യാനുള്ള ലെവലിലുള്ള ചെടികൾ വയ്ക്കാനും, വലിയ മരം കടമായി കൊണ്ടേ വെച്ചിട്ട് ഒന്നുണങ്ങിയാൽ മൊത്തം ബാധ്യത വരുന്ന രീതിയിലേക്ക് ആക്കാതെ ശ്രദ്ധിക്കാനുള്ള ഒരു എക്കോ സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്താൽ, അങ്ങനെ ഒരു ശീലം കൊണ്ടുവന്നാൽ ഓരോ കുട്ടികളും പഠിക്കുമ്പോൾ തന്നെ അവർ ഈ മാർക്കറ്റിലെ എന്തെങ്കിലും ചലഞ്ചസ് ടു മേക്ക് അതേഴ്സ് ലൈഫ് ഈസി. അതാണല്ലോ ഇവിടെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വരെ ടെക്നോളജി കൊണ്ട് അല്ലെങ്കിൽ പല കാരണം കൊണ്ട് വന്നിട്ടുള്ള പുരോഗമനം മുതൽ, അത് അഗ്രികൾച്ചർ റവല്യൂഷൻ മുതൽ അതിനുശേഷം ടെക്നോളജിക്കൽ റവല്യൂഷൻ, എല്ലാവരും എന്താ നടന്നിരിക്കുന്നത്? മനുഷ്യരുടെ പണി ഈസിയാക്കുക. അതാണ് നല്ല നടക്കുന്നത്. ആ പണി, ഓരോ പണികളും ഈസി ആക്കുന്നതിന് കണ്ടുപിടിക്കുന്ന വഴികൾ ഷോർട്ട് കട്ടില്ലാതെ വളരെ, അപ്പോൾ ഓരോ മനുഷ്യൻ ഫേസ് ചെയ്യുന്ന പ്രോബ്ലത്തിനെയും സോൾവ് ചെയ്യലാണ് ഇവിടുത്തെ ബിസിനസ്സും എക്കോസിസ്റ്റവും എല്ലാം. പെപ്സിയും എല്ലാം, കോളയും, നേരത്തെ പറഞ്ഞ എല്ലാ ഫോണും എല്ലാ സാധനമാണ് ടു മേക്ക് ലൈഫ് ഈസിയർ, മോർ ഈസി. അപ്പോൾ അങ്ങനെ ലൈഫിലെ പ്രശ്നങ്ങളെ കണ്ടെത്തി അത് ഈസിയാക്കാനുള്ള സംവിധാനം കുട്ടികളിൽ പഠിക്കുമ്പോൾ തന്നെ അഫോർഡ് ചെയ്യാൻ പറ്റി. അത് ചെറുതായിട്ട് ഒരു പ്രോട്ടോ ടൈപ്പായിട്ട് ചെയ്ത് പ്രൂവ് ചെയ്ത് അതിനെ സ്കെയിൽ ചെയ്യണ മെത്തേഡിലേക്ക് വന്നാൽ കൂടുതൽ ഫെയിലിയേഴ്സിനെ അഫോർഡ് ചെയ്യാൻ നമ്മുടെ കുട്ടികൾ റെഡിയാവും. അങ്ങനെ ഫെയിലിയറിനെ അഫോർഡ് ചെയ്ത് അതിൻ്റെ അകത്ത് ഇപ്പോൾ ഈ സ്റ്റാർട്ടപ്പ് കിട്ടപ്പോൾ ലോണൊക്കെ എടുത്ത് മൊത്തം ഫെയിലിയർ കൊണ്ട് പറഞ്ഞു വരുത്തുന്നതിനെക്കാട്ടും ആ ചെറിയ പ്രോട്ടോടൈപ്പ് പ്രൂവ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ടൈം എടുക്കും. ബിക്കോസ് മാവ് വെച്ച് വലുതായി പൂത്ത് കായ്ക്കാണ്, ടൈം എടുക്കും. പക്ഷേ ടൈം എടുത്ത് കായ്ക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഫ്ലറിഷ് ലൈക്ക് എനിത്തിങ്. അതുപോലെ ഒരു കൺട്രി ആക്കി, അതുപോലെ ഉള്ള ബ്രാൻഡ്, അതുപോലുള്ള സ്റ്റേറ്റ്, അതുപോലുള്ള നാടാക്കി നമ്മുടെ മാറ്റാൻ നമുക്ക് കുട്ടികളിന് എല്ലാവർക്കും ഇത്തരത്തിലുള്ള വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് 2-3 ആഴ്ച കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ക്ലൂ കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ആവും. താങ്ക് യു സോ മച്ച്.
സുമാർ 10% സേവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡ്രീം ഹോം ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും പറഞ്ഞാലേ അതങ്ങോട്ട് വിശ്വാസം വരുന്നില്ല അല്ലേ? അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കാണ്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും Alibaba.com ഉള്ള പോലെ നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വലിയ കളക്റ്റീവ് വോളിയം ഉള്ളതിനാൽ കൺസൾട്ടൻസും വർക്ക് കോൺട്രാക്ടേഴ്സും സപ്ലൈസും ഒക്കെ 5% മുതൽ 50% വരെയും അതിൽ കൂടുതലും ഒക്കെ ഡിസ്കൗണ്ട് ഓഫർ ചെയ്യുന്നുണ്ട്. ആ ഡിസ്കൗണ്ട് നേരിട്ട് നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് തരികയും ടോട്ടൽ പ്രോജക്റ്റ് ഹൗസിംഗ് ലോൺ മുതൽ ഫിനിഷിംഗ് വരെ ഫുള്ളി ട്രാൻസ്പെറന്റ് ആയും സൂപ്പർ എഫിഷ്യന്റ് ആയും ഞങ്ങളുടെ ടീം മാനേജ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്വപ്ന വീട് ക്വാളിറ്റിയോട് കൂടിയിട്ട് 10% സേവ് ചെയ്തുകൊണ്ട് ഐതർ നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിലോ അല്ലെങ്കിൽ സിറ്റി ബിൽഡേഴ്സ് ആപ്പിന്റെ അകത്ത് കൂടെ പ്ലോട്ടുകൾ വാങ്ങിയിട്ടോ അവിടെ നിർമ്മിക്കാം. ദാറ്റ്സ് ഓൾ. ഒരു സമയത്തോടെ എനിക്കൊന്ന് ഹീറ്റായിട്ട് സംസാരിക്കേണ്ടതായിട്ടൊന്നും വന്നിട്ടേ ഇല്ല. നമുക്ക് എന്താണ് വേണ്ടതെന്ന് അവർ മുൻകൂട്ടി തന്നെ നമുക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ബിൽഡേഴ്സ് ചെയ്യുമ്പോൾ ഒത്തിരി കുറഞ്ഞിട്ടാണ്, ബഡ്ജറ്റ് ആണെങ്കിലും എല്ലാം കുറഞ്ഞിട്ടാണ് വരുന്നത്. അത് നമുക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്തു. ഇപ്പം നിങ്ങളുടെ സിറ്റി ആപ്പിൽ 10% കുറവാണല്ലോ വരുന്നത് എല്ലാത്തിലും. അത് ഒത്തിരി നമുക്ക് എഫക്റ്റീവായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ടായിരിക്കും ചിലപ്പം ഈ ബഡ്ജറ്റിൽ എത്തുന്നത്. ഡിസൈൻ നന്നായിരുന്നു, വർക്കും കുഴപ്പമില്ലായിരുന്നു. പ്രോപ്പറായിട്ട് തന്നെ ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ ഇവിടെ വന്നു തന്നെ, കാസർഗോഡ് വന്നു തന്നെ. അതുപോലെ ആദ്യം വീട് കയറ്റുമ്പോൾ നല്ല ടെൻഷൻ കാര്യങ്ങൾ, നമ്മൾ പറഞ്ഞത് അവിടെ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ നമ്മൾ ആദ്യം പോകണം. പിന്നെ അങ്ങനെയൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ ആവശ്യം വേണ്ടി വന്നിട്ടില്ല. നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. നമുക്ക് അധികം വന്ന് നോക്കാറില്ല. ഹസ്ബൻഡ് തന്നെയാണ്. ഹസ്ബൻഡിൽ നിന്ന് ഒരു ടെൻഷനും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അത്രയും ഫ്രണ്ട്ലി ആയിട്ട് വർക്ക് ചെയ്തതിന് എല്ലാവർക്കും നന്ദി. ഇനീഷ്യലി നമുക്ക് ഇവിടെ താമസിക്കാൻ ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. അത് കംപ്ലീറ്റ് ചെയ്ത് വന്ന് ഈ ലാസ്റ്റ് ഒരു 15 ഡേയ്സിലാണ് നല്ലൊരു ഔട്ട്കം വന്നപ്പോൾ എന്തായാലും ഇവിടെ തന്നെ താമസിക്കാമെന്ന് പ്ലാൻ ചെയ്തു. നമ്മൾ മുംബൈയിൽ നിന്ന് ഒഴിവാക്കി പാലക്കാട് വരാൻ തീരുമാനിച്ചു. താങ്ക്സ് ടു ചാത്തൻകുളം. A fully super efficient digital system that helps clients to build their dream home by saving around 10%. CT Builders app, an innovation of Chathamkulam Group.